അതായത് ഫ്രഷേഴ്സ് അവർക്ക് ആമസോൺ കമ്പനിയിൽ കയറാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസരം പാഴാക്കരുത്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതുപോലെ ജോബിലേക്ക് നോക്കുന്നെങ്കിൽ നിങ്ങൾ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ജോബ് ടൈറ്റിൽ വരുന്നത് അസോസിയേറ്റ് ML ഡാറ്റ ഓപ്പറേഷൻസ് ഗോ ഐ ഓപ്പറേഷൻസിലേക്കാണ് ആമസോൺ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിലൂടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, an associate in this role is required to watch the video of the stowing action at a fulfillment center. ഓക്കെ, ഇവർക്ക് എന്താണ് കറക്റ്റായിട്ട് ഒരു ഹ്യൂമൻ ജഡ്ജ്മെന്റ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ആമസോണിന്റെ ഒരു പ്രൊഫൈലിൽ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസുകളും ഡാറ്റകളും ഇമേജുകളൊക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇമേജുകളും കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഹ്യൂമൻ ജഡ്ജ്മെന്റ് കൊടുക്കുകയാണ് അവർക്ക് വേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മേൽ തന്നെ ഇന്റേണൽ ഫുൾഫിൽമെന്റ് ടെക്നോളജീസ് ആൻഡ് റോബോട്ടിക്സ് ടീംസ് ബൈ എനേബിളിംഗ് ഓട്ടോമേഷൻ. ഒരു ടെക്നോളജീസ് ആൻഡ് റോബോട്ടിക്സിലേക്കായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഓക്കെ, അതായത് സിമ്പിൾ ഗ്രാജുവേഷൻ മതി, ഏത് ഫീൽഡിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് അവർക്ക് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൺ ഓഫ് ദി കീ കോൺട്രിബ്യൂഷൻ ഓഫ് ദിസ് ടീം ഈസ് സപ്പോർട്ടിംഗ് ദ ഫുൾഫിൽമെന്റ് സെന്റർ ഇൻ മെയിൻറ്റെയിനിങ് ഇൻവെന്ററി അക്യൂറസി. ഒരു ആമസോണിലുള്ള അക്യൂറസി ഒരു ഹ്യൂമൻ ജഡ്ജ്മെന്റിലൂടെ അവർക്ക് എന്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനാണ് നിങ്ങളുടെ ജോബ് റോൾ വരിക. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ത്രോലി ആൻഡ് മേക്ക് ദി ബെസ്റ്റ് ഓഫ് ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് ദി ടൂൾസ് ആൻഡ് റിസോഴ്സ് ടു ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റി ക്യാപ്ചേർഡ് ഇൻ ദിസ് വീഡിയോ. ഓക്കെ, പിന്നെ ദിസ് ഈസ് ആൻ ഓപ്പറേഷണൽ റൂൾ അണ്ടർ ജനറൽ supervision of the associate performance special and through video or image audits with the high degree of accuracy and speed, thus aiding effect reduction. ഇതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നിങ്ങൾക്കൊരു ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആണ് അവർക്ക് കാര്യമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാടധികം എംപ്ലോയീസിനെ വേണ്ടതുണ്ട്. അതെന്ത് ചെയ്യാൻ, നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ അസോസിയേറ്റ് ഹാസ് ടു വാച്ച് സെവറൽ 100 വീഡിയോസ് ഇൻ എ ഷിഫ്റ്റ് ആൻഡ് പ്രൊവൈഡ് റെസ്പോൺസസ് ബൈ ദ ഫോളോവിംഗ് ഗോൾസ് ഓൺ അക്യൂറസി. ക്വാളിറ്റിയോട് കൂടിയും നല്ല പ്രൊഡക്ടിവിറ്റിയോട് കൂടിയും നിങ്ങൾ എന്താണ് വീഡിയോസ് ഇമേജസ് ഒക്കെ വാച്ച് ചെയ്തിട്ട് അതിനുള്ള ഹ്യൂമൻ ജഡ്ജ്മെന്റിലുള്ള അവർക്ക് എന്താണ് അതിനുള്ള ഒരു റിപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവിടെ അസോസിയേറ്റ് റിക്വയർഡ് ടു ടേക്ക് ബ്രേക്സ് അറ്റ് ദി പ്രീ ഡിഫൈൻഡ് സ്ലോട്ട്സ് ആൻഡ് എൻഷുർ. അത് 6 to 7 hours ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. ഓക്കെ, സിമ്പിൾ വർക്കാണ് വരിക. 7 hours ഒക്കെ ഒരു ദിവസം വർക്കാണ് നിങ്ങളത് വരിക, സിമ്പിൾ വർക്കായിരിക്കും വരിക. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി 5 days ആയിരിക്കും വർക്ക് വരിക. ഓക്കെ, 2 days വീക്ക് ഓഫ് ആയിരിക്കും വരിക. ദ കാൻഡിഡേറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഡെമോൺസ്ട്രേറ്റ് വില്ലിംഗ് ടു വർക്ക് ഈസ് ഇൻ നോൺ ടെക് റോൾ ഫോർ കോൺട്രാക്ട് ഡ്യൂറേഷൻ ഓഫ് 6 months. നിങ്ങൾക്ക് എന്താണ് ഇതൊരു കോൺട്രാക്ട് ബേസ് ആയിരിക്കും വർക്ക് വരുന്നത്. 6 months കോൺട്രാക്ട് ബേസ് ആണ് വർക്ക് വരുന്നത്. പക്ഷെ എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് 6 months കൂടുതൽ നീട്ടി തരുന്നതാണ്. പിന്നെ ability to audit image or video text based jobs, ability to identify details from blurry less sharp videos and provide correct response require high level of attention on focus screen. അതായത് അധികം ഇമേജുകളും അതേ വീഡിയോസിലൊക്കെ ബ്ലറി തിങ്സുകളുണ്ട്, ബ്ലറി ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്താ ഈ ഹ്യൂമൻ ജഡ്ജ്മെന്റിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കലായിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. വില്ലിംഗ് ടു വർക്ക് ഓൺ ഇൻക്രിമെന്റൽ ടാർഗറ്റ്സ് ഗോൾസ് ഓൺ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ നല്ല ക്വാളിറ്റിയോടെയും പ്രൊഡക്ടിവിറ്റിയോടെയും എന്താണ് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ് ആയിരിക്കും നിങ്ങളുടെ വരിക. ഏത് നൈറ്റ് ഷിഫ്റ്റോ മോർണിംഗ് ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഷിഫ്റ്റിലൊക്കെ എന്താണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ കാപ്പബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ. വില്ലിംഗ് ടു സ്വിച്ച് ഓൺ ലാപ്ടോപ്പ് ക്യാമറ വൈൽ ഓൺ വിർച്വൽ മീറ്റിംഗ്. പിന്നെ ഇവിടെ വീക്ക്ലി ഓഫ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 5 days ആയിരിക്കും വർക്ക് വരിക, 2 days വീക്ക് ഓഫ് ആയിരിക്കും. ആ 2 days സാറ്റർഡേ സൺഡേ ആയിരിക്കും നിങ്ങളുടെ വീക്ക് ഓഫ് വരിക. അത് ആഴ്ചയിൽ 5 ദിവസമായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. ശനിയും ഞായറും അവധിയായിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് മുമ്പ് ഇവിടെ അബൌട്ട് ദി ടീം കാണാൻ സാധിക്കും. നിങ്ങളുടെ ടീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അവർ പറയുന്നത്. ഡിഗ്രി ഏത് സ്ട്രീമിൽ നിന്ന് കഴിഞ്ഞവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് നോൺ IT ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. വർക്ക് എ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഓർ ഷിഫ്റ്റ് വർക്ക് ഏരിയ ഇൻക്ലൂഡിംഗ് വീക്കെൻഡ്സ് നൈറ്റ്സ് ആൻഡ് ഓർ ഹോളിഡേസ്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഹോളിഡേസ് ആയാലും ഏത് കാര്യങ്ങൾക്കും വർക്ക് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇന്റർവ്യൂവിൽ അവർ ചോദിക്കും നിങ്ങൾ ഫ്ലെക്സിബിൾ ആണോ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ, നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആണോ, അല്ലെങ്കിൽ വീക്ക് ഓഫിൽ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് വീക്ക് ഓഫ് അങ്ങനെ റൊട്ടേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദാണ് വരുന്നത്. ഇന്റർവ്യൂ വിർച്വൽ ആയിരിക്കും വരുന്നത്. ഓൺലൈൻ ഇന്റർവ്യൂസ് ആയിരിക്കും വരിക. ഓക്കെ,
അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ജോബിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ജോബ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്